ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാധാരണ കേസിൽ നമുക്കൊരു വൈഫൈ ക്യാമറ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വൈഫൈ നിർബന്ധമാണ് അല്ലേ? പക്ഷേ ദേ ഇതേപോലെയുള്ളൊരു വയർലെസ് എൻ വി ആർ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിലോ നിങ്ങൾക്ക് വൈഫൈയുടെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ആ വൈഫൈ ക്യാമറകൾ നിങ്ങൾക്ക് ദേ ഇതേപോലുള്ള എൻ വി ആറിലേക്ക് റെക്കോർഡ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ അവിടെ ഒരു ടി വിയോ മോണിറ്ററോ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇസ്വിസ് ബ്രാൻഡിൽ വരുന്ന വൈഫൈ എൻവിആർ, അതായത് വയർലെസ് എൻവിആറിന്റെ പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് ഒന്ന് നോക്കിക്കേ, ഇത് കണ്ടോ? ഈ എൻവിആറിന്റെ മുകളിൽ രണ്ട് ആന്റിനകൾ കാണുന്നുണ്ട്. അതായത് ഈ ഒരു എൻവിആർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു റൗട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ട് ടൈപ്പാണ് ഇതിനകത്ത് നമുക്ക് ഇതേപോലുള്ള എൻവിആർ വരുന്നത്. ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു എൻവിആറിന്റെ മോഡൽ നമ്പർ വരുന്നത് X5S8W, അതായത് 8 വൈഫൈ ക്യാമറകൾ 3K റെസൊല്യൂഷൻ ഉള്ളത്, മാക്സിമം 3K റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ 8 ക്യാമറകൾ ആഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു കുറഞ്ഞ മോഡലും വരുന്നുണ്ട്. X5S തന്നെയാണ് തുടങ്ങുന്നത്, പക്ഷേ 4W എന്നാണ് പറയുന്നത്, അതായത് 4 ക്യാമറകൾ വരെ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ. പിന്നെ ഇതിൽ ONVF സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അതർ ബ്രാൻഡ് വൈഫൈ ക്യാമറകളൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മുടെ ബാറ്ററി ക്യാമറകളായിട്ടുള്ള 4G ക്യാമറകൾ ഉണ്ടല്ലോ, അതൊന്നും ഇതിനകത്തോട്ട് സ്കാൻ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ വി ആർ വരുന്നത്. എൻ വി ആറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇസ്വിസ് എന്നുള്ളൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേ രണ്ട് ആൻറ്റനകൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ സാധാരണ ഒരു എൻ വി ആറിൽ നിന്ന് ഇതിനെ വ്യത്യസ്തനാക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹാർഡ് റീസെറ്റ് സ്വിച്ച് ഉണ്ട്. നമ്മുടെ സാധാരണ മോഡൽ എൻ വി ആറിൻ്റെ പുറകിലൊന്നും അങ്ങനെ ഒരു ഹാർഡ് റീസെറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്, ഒരു HDMI പോർട്ട് ഉണ്ട്, ഒരു VGA പോർട്ട് ഉണ്ട്, ഒരു ലാൻ പോർട്ട് ഉണ്ട്. ഈ ലാൻ പോർട്ടാണ് നമുക്ക് മോഡത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മൊബൈലിൽ വ്യൂ കിട്ടും. പിന്നെ ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. അത് നമ്മളിത് ഇവിടെ കണക്ട് ചെയ്യണം. ഈ രണ്ട് ആൻറ്റിനകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് റാക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ റേഞ്ച് എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു USB പോർട്ടാണ് കേട്ടോ ഇനി ഇതിനകത്തുള്ളൂ. വേറെ USB പോർട്ട് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ മൗസ് കുത്തുന്നത് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഫേംവെയർ അപ്ഡേഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കും ആ മൗസ് ഊര് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ മൗസ് ഊരിയിട്ട് ആ പെൻ ഡ്രൈവോടെ കുത്താനുള്ള ഒരു ഓപ്ഷൻ അവിടെ എഴുതി കാണിക്കും. അന്നേരം നമ്മൾ അതിൽ കുത്തി കൊടുക്കുക. അങ്ങനെയാണ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ NVR ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാനൊരു ക്യാപ്ചർ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ക്രീൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ റെക്കോർഡ് ആക്കുന്ന സ്ക്രീനാണ് കേട്ടോ. എന്തായാലും HDMI ഔട്ട്പുട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ മൾട്ടി സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് പല ഓപ്ഷൻസും കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 2x2 എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 4 ക്യാമറകൾ നിങ്ങൾക്ക് ഒറ്റ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത, ചിലപ്പോൾ ചിലർക്കെങ്കിലും പരിചയമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ഈ ഒരു കോൺഫിഗറേഷൻസിലേക്ക് പോകുമ്പോൾ കാണുന്ന ഈ ഒരു വയർലെസ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഒരു NVRൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2.4 GHz വയർലെസ് ബാൻഡ് ഇതിനകത്ത് നമുക്ക് ഉണ്ട്. അത് DHCP സെർവർ വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ക്യാമറകൾക്ക്, നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറകൾക്ക് ഏതൊക്കെ IP ഏതൊക്കെ രീതിയിൽ പോകണം എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു റൗട്ടറാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ ആ ഒരു DVRലും NVRലൊക്കെ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ആയതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു മേജർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നേക്കാം. ഇപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. ഇത് പ്ലേബാക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. ഇത് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ആ വീഡിയോ നമ്മുടെ പെൻഡ്രൈവിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് മാനുവൽ റെക്കോർഡിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഹാർഡ് ഡിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 TB ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടെ അഡ്വാൻസ് ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ ഇവിടെ നമുക്ക് കോട്ട മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. പാരാമീറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്യാമറയുടെ കാര്യങ്ങൾ, ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമറയുടെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്യാമറയൊന്നും കറൻറ്റ്ലി കുത്തിയിട്ടില്ല, അതുകൊണ്ട് അത് വന്നിട്ടില്ല. പിന്നെ ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാമറയ്ക്ക് മോഷൻ ഡിറ്റക്ഷൻ ഓപ്ഷൻസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യിക്കാൻ പറ്റും. പക്ഷേ മെമ്മറി കാർഡ് ഇട്ടിട്ട് നമ്മൾ റെക്കോർഡ് ആകുന്ന രീതിയിലുള്ള പരിപാടിയിലല്ല വരുന്നത്. ഫോണിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്ന ഒരിക്കലും NVR ബേസ് വരില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. പിന്നെ മെയിൻ്റനൻസ് ഉള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനും
അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ NVRനെ ഡീഫോൾട്ട് സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസും എല്ലാം ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പോസ്റ്റ് ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കള്ളൻ നിങ്ങൾ വെച്ചിരിക്കുന്ന വൈഫൈ ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ വീഡിയോ, അതായത് റെക്കോർഡഡ് ആയിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് 62% ആളുകളും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പറ്റില്ല എന്ന് 29% ആളുകൾ പറയുന്നുണ്ട്. അറിയില്ലെന്നാണ് 9% ആളുകൾ പറയുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ഉത്തരം അതിൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വൈഫൈ ക്യാമറയുടെ ഉള്ളിൽ നിങ്ങൾ മെമ്മറി കാർഡ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, കള്ളൻ ആ വൈഫൈ ക്യാമറയായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുകയില്ല. കാരണം വൈഫൈ ക്യാമറ പോയപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ കാണിക്കുന്നത് ഓഫ്ലൈൻ എന്നായിരിക്കും. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ആ ക്യാമറയ്ക്കുള്ളിൽ തന്നെ ആയി പോയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ക്ലൗഡ് റെക്കോർഡിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഇതേപോലെയുള്ള NVRലേക്ക് അതിനെ റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കയറി കള്ളൻ ഇത് എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് പോലെയുള്ള, അതായത് NAS സെർവർ പോലെയുള്ള ഏതെങ്കിലും റെക്കോർഡിംഗ് സോഴ്സിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അല്ലെങ്കിൽ കള്ളൻ ആ ക്യാമറയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പഴയ വീഡിയോസ് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ C6 ക്യാമറയാണ്, ACBS ബ്രാൻഡിൽ വരുന്ന C6 ക്യാമറയാണ് ഈ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ NVR ഇരിക്കുന്നത് ആ റൂമിൽ, ഞാൻ അപ്പുറത്താണ് ഇരിക്കുന്നത്, അവിടെയാണ് NVR വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഓൾറെഡി ഈ ക്യാമറ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ആ ഒരു NVRലേക്ക് അതിനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വയർലെസ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ജസ്റ്റ് പ്ലഗ് ചെയ്തിരിക്കുകയാണ് ആ ഒരു പവർ. എൻ്റെ ആ ഒരു ക്യാമറ ഞാനിപ്പോൾ എൻ്റെ ഫോണിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതേ വൈഫൈ നെറ്റ്വർക്കിലേക്ക് വയേർഡായിട്ട് നമ്മുടെ ഈ ഒരു NVRനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ NVRന് ഇപ്പോൾ നമുക്കൊരു IP അഡ്രസ്സ് ഇവിടെ കിട്ടിയതായിട്ട് കാണാൻ പറ്റും. കോൺഫിഗറേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു IP എനിക്ക് കിട്ടിയേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ ക്യാമറ എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ NVRും നമ്മുടെ ക്യാമറയും ഒരേ നെറ്റ്വർക്കിലായതുകൊണ്ട് ആ ക്യാമറയെ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യാമറയുടെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതതിൻ്റെ വെരിഫിക്കേഷൻ കോഡാണ് പാസ്വേഡ്. ഞാനതിവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്യാമറ ദേ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും, കണ്ടോ. ഇപ്പം നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നൊരു ഡൗട്ട് ഞാൻ പറയട്ടെ. ACBS NVR പർച്ചേസ് ചെയ്യുന്നതാണോ അതോ ഹിക്യൂഷൻ്റെ NVR പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത്? അതാണോ ലാഭകരം? അതിൻ്റെ ഉത്തരവ് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഹിക്യൂഷൻ്റെ NVR പർച്ചേസ് ചെയ്യുമ്പോൾ ചില മെറിറ്റ്സ് നമുക്കുണ്ട്, അതുപോലെ തന്നെ ചില ഡ്രോബാക്സ് ഉണ്ട്. ACBS NVR പർച്ചേസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചില നേട്ടങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചില കോട്ടങ്ങളും ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ACBS NVR പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വയർലെസ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇൻബിൽഡ് വൈഫൈ ഉള്ളതുകൊണ്ട് വയർലെസ് ക്യാമറയെ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഹിക്യൂഷൻ്റെ NVR ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു വൈഫൈ റൗട്ടർ വെച്ചാൽ മാത്രമാണ് വയർലെസ് ആയിട്ടുള്ള ക്യാമറകൾ അവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരു കാര്യമാണ്. ഹിക്യൂഷൻ്റെ NVR എടുക്കുമ്പോൾ 16 ടെറാബൈറ്റ് വരെ, ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയ M സീരീസിൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് 8 ടെറാബൈറ്റ് വരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഹാർഡ് ഡിസ്ക് കുറച്ച് കുറവാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. 8 ടെറാബൈറ്റ് ആണ് മാക്സിമം സപ്പോർട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസൊല്യൂഷനാണ്. ഹിക്യൂഷൻ്റെ M സീരീസ് NVR ആണെന്നുണ്ടെങ്കിൽ 8K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ NVRകളൊക്കെ 4K ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാമറയുടെ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ 8MB 4K ക്യാമറകൾ വരെ സപ്പോർട്ട് ചെയ്യും. ഈ NVR ആണെന്നുണ്ടെങ്കിൽ അത് 5MB, അതായത് 3K റെസൊല്യൂഷൻ വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട്, HDMI ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ VGA ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് കേട്ടോ. പിന്നെ അതർ ബ്രാൻഡ് ക്യാമറകളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയേർഡ് ആയിട്ടും വയർലെസ് ആയിട്ടുള്ള ക്യാമറകളൊക്കെ ഇതും സപ്പോർട്ട് ചെയ്യും, അതും സപ്പോർട്ട് ചെയ്യും. വേറെ ബ്രാൻഡ് ക്യാമറകളൊക്കെ ONVF സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള K സീരീസിൽ വരുന്ന ഹിക്യൂഷൻ്റെ NVRനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചർ ഇൻബിൽഡ് ആയിട്ടുണ്ട്, അല്ലേ. പക്ഷേ ഈ ഒരു NVR ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം
നമ്മുടെ ഈസ് ക്യാമറകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഫോണിലേക്ക് തരാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാമറ ബേസ്ഡ് ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ അങ്ങ് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ NVR എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബാക്ക് എൻഡിൽ റെക്കോർഡ് ആകുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 3ഓ 4ഓ ക്യാമറയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തായാലും വൈഫൈ ക്യാമറയാണ് അവർ പർച്ചേസ് ചെയ്യണമെങ്കിൽ വലിയൊരു കോസ്റ്റിലേക്ക് പോകാനൊന്നും താല്പര്യമുള്ള ആളുകളായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു NVR എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ തന്നെയായിരിക്കും. കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു NVR പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തേക്കണം നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം.